വിഷു ഒരുക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് മലയാളികൾ. കണിക്കൊന്നയും മറ്റ് വിഭവങ്ങൾക്കും വേണ്ടി അവസാനവട്ട തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, തിരക്ക്, കച്ചവട സ്ഥാപനങ്ങളിൽ തിരക്ക് എങ്ങനെയുണ്ട്? സുവീന, നമ്മളിപ്പോൾ ബ്രോഡ്വേയിലെ കച്ചവട സ്ഥലങ്ങളിലാണുള്ളത്. ഇവിടെ നോക്ക്, കണിക്കൊന്ന മുതൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പോലെ എന്നുള്ള വിഷുക്കണിക്കുള്ള എല്ലാ സാധനങ്ങളും ഒന്നിച്ച് കിട്ടുന്ന സ്ഥലമാണിത്. ഇൻസ്റ്റന്റ് കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കണിക്കൊന്ന ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന അത് ഒരു ബഞ്ചിന് 50 രൂപ, 100 രൂപ, അങ്ങനെ ഒരു അവർക്ക് തോന്നുന്ന ഒരു റേറ്റിലാണ് വിൽക്കുന്നത്. കാരണം അതിന്റെ ഒരു അവൈലബിലിറ്റി അനുസരിച്ചിട്ടും അതിന്റെ ആവശ്യകത അനുസരിച്ചിട്ടും വില വേറിയും കുറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. ഇതിപ്പോ നമുക്ക് കാണാം 150 രൂപയ്ക്കാണ് ഇവിടെ വിഷുക്കണി. അത് ഇൻസ്റ്റന്റ് കണിയാണ്. എല്ലാ സാധനങ്ങളും കൂടെ ഒന്നിച്ചൊരു ഇതിൽ കിട്ടും. അതായത് ഓരോന്നോരോന്നായിട്ട് വാങ്ങി കൂട്ടം നടക്കണ്ട. പക്ഷെ എനിക്ക് പിന്നിലായിട്ട് നമുക്ക് കാണാം കൊച്ചിക്കാർക്ക് എല്ലാം ആഘോഷമാണ്. ശരിക്കും മധ്യകേരളമായിട്ട് ഓണമായാലും വിഷു ആയാലും പെരുന്നാളായാലും ഇനിയിപ്പോ ഈസ്റ്റർ വരുന്നു, അങ്ങനെ എല്ലാം ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നാളത്തേക്കുള്ള കണി ഒരുക്കാനായിട്ട് നേരെ വിപണിയിൽ, ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് അവധി ദിവസമാണ്. ആ അവധി സമയം കൂടി കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരും വിപണിയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാം. എനിക്ക് പിന്നിലായിട്ട് കാണാം വലിയ തിരക്കാണ് ബ്രോഡ്വേയിലെ കച്ചവട തെരുവുകളിലുള്ളത്. ഇന്ന് പോരാത്തതിന് സൺഡേ മാർക്കറ്റ് കൂടിയാണ്. ആ ഒരു തിരക്കും കൂടി ഉണ്ട്. പക്ഷേ ഇന്ന് അവധി ദിവസം ആയതുകൊണ്ടും ഇന്നത്തേക്ക് വിഷു പർച്ചേസ് ഇന്നത്തേക്ക് മാറ്റിവെക്കാമെന്ന് എല്ലാവരും വിചാരിച്ചത് കൊണ്ടും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഈ ഒരു ഇത്രയും വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ചോദിക്കാം, ചേച്ചി വിഷു പർച്ചേസിന് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല, തുടങ്ങിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. തുടങ്ങിയിട്ടേ ഉള്ളൂ. വിഷുക്കോടിയൊക്കെ എടുത്തോ? വിഷുക്കോടിയൊക്കെ എടുത്ത്. ഒരുക്കങ്ങളൊക്കെ രാത്രിയോടുകൂടി തുടങ്ങുമായിരിക്കും അല്ലേ? അങ്ങനെ എല്ലാവരും ആ ഒരു തിരക്കിലാണ്, ഒരു വൈബിലാണ്. നമുക്ക് കാണാം, നമുക്ക് തൊട്ടു പിന്നിലായിട്ട് വിഷു ഒരുക്കത്തിന് ഇറങ്ങിയതാണോ? അതെ, ചെറിയൊരു നാണമുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് അത് കരയാക്കണ്ട. ചിലപ്പോ പെട്ടെന്ന് ക്യാമറ കണ്ടതിന്റെ ആയിരിക്കും. എന്തായാലും അവര് പെട്ടെന്ന് പോയി കളഞ്ഞു. ചേച്ചി, വിഷു ഒരുക്കം എന്തായി? അടിപൊളി. എന്തൊക്കെ പർച്ചേസ് ചെയ്തു? ഞങ്ങൾ കപ്പ് മേടിക്കാൻ വന്ന്, ചായ കുടിക്കാൻ, പിന്നെ ഡ്രസ്സ് എടുക്കാൻ വന്ന്, പച്ചക്കറി മേടിക്കണം. ഡ്രസ്സൊക്കെ എടുത്തോ? എടുത്തെടുത്ത്. കൊന്നപ്പൂക്ക് കിട്ടിയോ? എല്ലാം കിട്ടി. വില എങ്ങനെയുണ്ട്? വില വലിയ കുഴപ്പമില്ല. അതാണ് സുവി. കാരണം ഇപ്പോ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം നാളെ വെളുപ്പിനെയാണ് വിഷു ഒരുക്കങ്ങൾ കണി കാണേണ്ടത്. അപ്പോൾ രാത്രിയോട് കൂടിയാണ് വിഷു ഒരുക്കങ്ങൾ പൂർത്തീകരിക്കേണ്ടത്. വലിയ റഷോട് കൂടിയിട്ടാണ് ഇവിടെ വിഷു വിപണി ഇപ്പോൾ വലിയ തിരക്കിലേക്ക് തന്നെയാണ്. നമുക്ക് ഈ സൈഡിലായിട്ട് കാണാം വിഷു പൂക്കള്, കണിക്കായുള്ള, അതായത് കണിക്കൊന്ന, പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ കണിക്കൊന്നകളുണ്ട്, പല നിറങ്ങളിലുള്ള കണിക്കൊന്നകളുണ്ട്. അങ്ങനെ വിഷു വലിയ ആഘോഷമാക്കുകയാണ് കൊച്ചിക്കാര്. ഏത് സമയത്തല്ലേ വിഷു സദ്യ ഒരുക്കാനായാലും പച്ചക്കറി ഒക്കെ വാങ്ങിക്കൂട്ടുന്നു. ഇവിടെ കൃഷ്ണന്മാര് നോക്ക്, വിവിധ തരത്തിലുള്ള കൃഷ്ണന്മാരുണ്ട്, പല വലിപ്പത്തിലും ഒക്കെയുള്ള കൃഷ്ണന്മാരുണ്ട്. ഇതൊക്കെ ഈ വിഷുക്കാലത്തിന്റെ മാത്രം വിപണിക്ക് വേണ്ടിയിട്ട് മാത്രം എത്തിയിരിക്കുന്ന, അത് നമുക്ക് പല വെറൈറ്റി കൃഷ്ണന്മാരെയൊക്കെ കാണാൻ പറ്റും ഇവിടെ. അങ്ങനെ കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ വലിയ വിൽപ്പനകളാണ് ഈ വിഷു വിപണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കൊച്ചിയിൽ നിന്നുള്ള നമ്മുടെ കാഴ്ച. ഇതാണ്. അപ്പൊ എന്തായാലും ആളുകൾ ഈ ഒരു സമയത്തേക്ക് ഈ ഒരു സമയം കൂട്ടി ഇറങ്ങിയിരിക്കുന്നുണ്ട്. അവധി ദിവസമാണ്. ഈവനിങ് കൂടുതൽ പർച്ചേസ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവുമായിരിക്കും. എന്തായാലും വലിയ തിരക്കാണ് കൊച്ചിയിലെ ബ്രോഡ്വേയിൽ നിന്നും അനുഭവപ്പെടുന്നത്. സുവി, വിഷുവിനെ വരവേൽക്കാൻ അവസാനവട്ട ഒരുക്കത്തിലാണ് നാടും നഗരവും. കണിയൊരുക്കാനും വിഷുസദ്യയ്ക്ക് വിഭവങ്ങൾ വാങ്ങാനും കടകളിൽ തിരക്കേറിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ചേർന്നത് കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ.